മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ സാക്ഷ്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കേട്ട 12ാം സങ്കീർത്തനം പോലെ ഭക്തന്മാർ ഇല്ലാതെ പോകുമ്പോൾ, വിശുദ്ധന്മാർ കുറഞ്ഞു പോകുമ്പോൾ, നിങ്ങളുടെ ഒക്കെ മധ്യേ ഒരു സാക്ഷിയായിട്ട് ഈ പ്രായത്തിൽ, എപ്പോഴും എന്നെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രായമെന്ന് പറയുമ്പോൾ നല്ല പ്രായമാണല്ലേ, നല്ലൊരു വാർദ്ധക്യത്തിൽ നിങ്ങളുടെ മുമ്പാകെ ഒരു സാക്ഷ്യമായി ദൈവം എന്നെ ഉയർത്തി എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ, വളരെ എന്താണ് പറയേണ്ടത്, താഴ്മയോടുകൂടെ ഞാൻ അറിയിക്കുകയാണ്. ഒരു സാക്ഷ്യമാക്കി, ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒരു സാക്ഷ്യമാക്കി ദൈവം എന്നെ ഉയർത്തിയത് കേട്ട വചനം പോലെ തന്നെ ഈ കർത്താവിന്റെ വചനമാണ് എന്നെ ഒരു സാക്ഷ്യമാക്കി ഉയർത്തിയത്. എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാൻ സന്തോഷിക്കുന്ന, ഞാൻ മനഃപ്പാഠമാക്കിയ ഒരു സങ്കീർത്തനമാണ് 34ാം സങ്കീർത്തനം. അതിന്റെ 1ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഈ വാക്ക് ഞാൻ മനഃപ്പാഠമാക്കിയത് എൻ്റെ ചെറുപ്രായത്തിലാണെങ്കിലും അതിന്റെ അർത്ഥമൊന്നും എനിക്ക് അന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. ആ സങ്കീർത്തനം മുഴുവനും ഒന്ന് വായിച്ച് അത് മനഃപ്പാഠമാക്കിയെങ്കിൽ ഈ സങ്കീർത്തനം മുഴുവനും എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ആ ഒരു അർത്ഥമാക്കി തീർക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു എന്നാണ് എൻ്റെ സാക്ഷ്യം. സഹോദരി ഓർപ്പിച്ചതുപോലെ ഞാൻ കഴിഞ്ഞൊരു മാസം നാട്ടിലേക്ക് പോയി. കേരളത്തിൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സഭയില് എനിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആ സഭ വിട്ടു പോകുന്നത്. കാരണം എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ 22ാം വയസ്സിൽ ഞാൻ ഒരു ചെറിയ പൈതലുമായിട്ട് അവിടുന്ന് കേരളം വിട്ടതാണ്. എത്രയോ വർഷങ്ങളായി, അനേക വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ സഭയിൽ തന്നെ പോയി അവിടെ എൻ്റെ ഒരു സാക്ഷ്യം പറയാനിടയായത് എനിക്ക് വളരെ സന്തോഷമായി തീർന്നു. എൻ്റെ സാക്ഷ്യം കേട്ട എല്ലാവരും, അന്ന് എൻ്റെ പ്രായത്തിലുള്ളവരാരും അവിടെ ഇപ്പോൾ ഇല്ല, ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. കേട്ടവർക്ക് അത് ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് പലരും പറയാനിടയായി. കാരണം ഇത്ര നാളുകൾ, 22 വയസ്സ് മുതൽ 88 വയസ്സ് വരെ ഈ കേരളം വിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി ജീവിച്ചിട്ടും ഇപ്പോഴും മലയാളം പറയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അതിശയം. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാഷ മറന്നിട്ടില്ല, എൻ്റെ ദേശത്തെ മറന്നിട്ടില്ല. എൻ്റെ ഈ വചനം ഞാൻ ഇപ്പോഴും മലയാള വേദപുസ്തകമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവനാമഹത്വത്തിനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു സാക്ഷ്യമാക്കി ദൈവൻ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് എൻ്റെ സാക്ഷ്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം എവിടെ പോയാലും, ഇപ്പോൾ നമ്മൾ കേട്ട 12ാം സങ്കീർത്തനം എത്രയോ ശരിയാണ്. ഭക്തന്മാരെ ഇല്ലാതെ പോയിരിക്കുകയാണ്. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാര്യം, ഞാൻ വിട്ടുപോന്ന കേരളമല്ല, സമൃദ്ധിയുടെ ദേശമായി തീർന്നിരിക്കുകയാണ്. എല്ലായിടത്തും അവിടെ ചൂടുണ്ട്. അന്ന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ശരിക്കും ഒരു ഫാൻ പോലും ഇല്ലാത്ത വീടുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മിക്കവാറും എല്ലാ മുറിയിലും AC ഉണ്ട്, സുഖസൗകര്യങ്ങൾ, ഓരോ വീട്ടിലും 2-3 കാറുകളുണ്ട്. എല്ലാവരും വളരെ സുഖസമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എത്രത്തോളം നല്ല സഭകളുണ്ട്, വിശ്വാസമുണ്ട്, പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ കണ്ട് ഞാൻ വളരെ സന്തോഷിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, നാം എവിടെ ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും ഈ സങ്കീർത്തനക്കാരനോടൊപ്പം 12ാം സങ്കീർത്തനം പറഞ്ഞതുപോലെ നമ്മുടെ സാക്ഷ്യം, നാം എവിടെ ജീവിച്ചാലും ഒരു സാക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. കാരണം ഞാൻ അമേരിക്കയിൽ വന്നതിന് ശേഷം ഒന്നുമില്ലാതെ വെറും കൈയോടെയാണ് ഞാൻ ഇവിടെ വന്നത്. എല്ലാവർക്കും, ആദ്യമായി വന്നവർക്ക് അറിയാം, 8-10 രൂപ കൊണ്ട് ഡോളറും കൊണ്ടാണ് നമ്മളിവിടെ വന്നത്. എന്നാൽ അന്ന് ജോലിക്കൊക്കെ വലിയ പ്രയാസമുള്ള സമയമായിരുന്നു. ഞാൻ വന്ന സമയം, ഞാൻ നേഴ്സാണ്, ഞാൻ തനിച്ചാണ് ആദ്യം വന്നത്. എന്നാൽ വളരെ കഷ്ടപ്പെട്ട് ഞാൻ നാട്ടിൽ നോർത്ത് ഇന്ത്യയിൽ സിസ്റ്റർ ട്യൂട്ടറായിട്ട് നല്ല സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന കാലത്താണ് അമേരിക്കയിലേക്ക് വന്നത്. എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ലായിരുന്നു. എന്നാൽ വളരെയധികം കണ്ണുനീരൊഴിച്ച ഒരു കാലമായിരുന്നു ഞാൻ ആദ്യകാലങ്ങളിൽ അമേരിക്കയിൽ വന്നത്. അന്ന് എനിക്ക് കിട്ടിയൊരു വാക്യമാണ് 27ാം സങ്കീർത്തനം. ഞാൻ ഒരു ദിവസം വെറുതെ ഇരുന്നങ്ങ് കരഞ്ഞപ്പോൾ ദൈവം എനിക്കുന്നൊരു വാക്യമാണ് 27ാം സങ്കീർത്തനം 13ാം വാക്യം: ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഒന്നുമില്ലാതെ
അന്നൊക്കെ പരീക്ഷ പാസ്സാകണം, ജോലി തേടി ഓടി നടക്കണം. രാജ്യം എവിടെയാണെന്നോ, വണ്ടിയുണ്ടോ, കാറുണ്ടോ, എന്തുമാത്രം പരീക്ഷയാണ് ഞങ്ങൾ സഹിച്ചതെന്ന് ആദ്യകാലങ്ങളിൽ വന്ന അമേരിക്കയിൽ വന്നവർക്കറിയാം. നാട്ടിലിരിക്കുന്നവരുടെ ആരും അമേരിക്കയിൽ അങ്ങോട്ട് പോയാൽ സ്വർഗമാണ്, ഡോളർ വാരിക്കൂട്ടാം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ ദുഃഖം അനുഭവിച്ച നാളുകളായിരുന്നു അന്ന്. എന്നാൽ ഈ വാഗ്ദത്തം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുന്ന വിശ്വസത്തിൽ കഷ്ടം, ആ വാഗ്ദത്തം എന്നെ വളരെയധികം ധൈര്യപ്പെടുത്തി. ആ വാഗ്ദത്തത്തിന്മേലാണ് ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നത്. മുതൽ ഇന്ന് വരെ ഒരു ദോഷവും വരാതെ കർത്താവ് എനിക്ക് ജോലി തന്നു, ഭർത്താവിനെയും മക്കളെല്ലാം കൊണ്ടുവന്നു. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ആശ്വാസമായി തീർന്നു. വളരെ വളരെ എത്രയോ വർഷങ്ങളായിട്ട് ഈ അമേരിക്കയിൽ ജീവിക്കുമ്പോഴും ഇന്നും താഴ്മയോടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൈകൂപ്പി പറയുകയാണ്, ദൈവം എനിക്കൊരു സാക്ഷ്യം തന്നു. അതാണ് ഞാൻ നാട്ടിൽ പോയപ്പോഴും ഇവിടെയും എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്കമാലിയിൽ സാക്ഷ്യം പറഞ്ഞ എൻ്റെ മക്കൾ ഇവിടെ നിന്ന് കേട്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, മമ്മി എന്നെക്കുറിച്ച് അവിടെ പറഞ്ഞ സാക്ഷ്യവും ഞാൻ പറഞ്ഞ സാക്ഷ്യവും ഒക്കെ അവരിവിടെ കേട്ടു. പറഞ്ഞ മമ്മി നല്ലൊരു ടെസ്റ്റ് മണി ഞങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കുവാനുള്ളത് അത് മാത്രമാണ്. ധനമോ സമ്പത്തോ ഒന്നുമല്ല. ഇപ്പോൾ നമുക്കറിയാം 12-ാം സങ്കീർത്തനത്തിൽ സമ്പത്ത് വർദ്ധിച്ചു. അപ്പോൾ ദൈവത്തെ മറക്കുന്ന ഒരു ജനതയുടെ മുമ്പാകെയാണ് നാം ജീവിക്കുന്നത്. പ്രിയ സഹോദരിമാരെ, നമ്മൾ എവിടെയായിരുന്നാലും, അമേരിക്കയിലായാലും നാട്ടിലായാലും എവിടെ ആയാലും ദൈവമക്കൾ എന്നുള്ള പദവിയോടുകൂടെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ കർത്താവിന് മഹത്വം നൽകിക്കൊണ്ട് ഞാൻ പറയാണ്, ഈ വചനമാണ് എന്നെ ധൈര്യപ്പെടുത്തി. ഈ വചനം ഞാൻ എത്ര ആവർത്തി വായിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഉൽപ്പത്തി തുടങ്ങിയ വെളിപ്പാട് വരെ ആവർത്തിച്ച് വായിക്കുക മാത്രമല്ല, ഈ വചനം പഠിച്ച് എൻ്റെ ജീവിതം മുഴുവൻ ഈ വചനത്തിലായിരുന്നു. ഈ വചന ആഹാരമായി, യിരെമ്യാ പറഞ്ഞതുപോലെ ഈ വചന ആഹാരമായി ഭക്ഷിച്ചാണ് ഞാൻ വളർന്നത്. ഇന്നും ഈ വചനം എനിക്ക് ആഹാരം തന്നെയാണ്. ഈ വചനത്തിൽ വേരൂന്നി നാം വളരുമ്പോൾ നമുക്കൊരു ദോഷവും വരികയില്ല. ഈ വചനം ആശ്രയിച്ചാൽ മാത്രം മതി. വചനമാകുന്ന ദൈവം മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടു എങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ കർത്താവിൽ ഭരമേൽപ്പിച്ച് ജീവിച്ചാൽ, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ നമുക്കൊരു നാളും നമുക്ക് ദുഃഖം വരികയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പരിശോധനകൾ അനവധിയുണ്ട്, കണ്ണുനീർ ഒരുപാട്. ഞാൻ പറയാം, സ്വർഗത്തിൽ കണ്ണുനീരായിരിക്കും അവിടെ ഏറ്റവും വലിയ തുരുത്തി എന്ന് ഞാൻ പറയാം. അതുപോലെ കണ്ണുനീർ താഴ്വരയിൽ കൂടി ഞാൻ കടന്നുപോയി. എന്നാൽ അവിടെയൊക്കെയും തളരാതെ, വീണുപോകാതെ, താണുപോകാതെ, ഞാനെന്നൊരു വിധവയാണ്, വാർദ്ധക്യമാണ്, നല്ല വാർദ്ധക്യമാണ്, എങ്കിലും നിന്റെ മുമ്പാകെ ഒരു സാക്ഷ്യമായി നിൽപ്പാൻ കർത്താവ് എനിക്ക് സഹായിച്ചു. നിങ്ങളോടും എനിക്ക് പറയാനുള്ള ഒറ്റൊരപേക്ഷ ഇതേ ഉള്ളൂ. എന്ത് വന്നാലും, രോഗം വരട്ടെ, ദുഃഖം വരട്ടെ, നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഒരു മകൾ ക്യാൻസറായിട്ട് മരിച്ചുപോയി. ഞാൻ ദുഃഖത്തിൽ കൂടെ കടന്നുപോയി. എൻ്റെ ഒരു ഏക മകൻ പിന്മാറ്റത്തിൽ പോയി. അന്നും വളരെ കണ്ണുനീരൊഴിച്ചു. ഇതൊക്കെ എൻ്റെ കർത്താവ് പ്രാർത്ഥന കേട്ടു. പ്രാർത്ഥിക്കാൻ ഞാൻ പഠിച്ചു, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ. അതുപോലെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, കർത്താവിൽ എപ്പോൾ സന്തോഷം. ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നൊന്നും ഭയപ്പെടേണ്ടതില്ല. അതിനുള്ള അവസരങ്ങൾ കർത്താവ് തരും. എപ്പോഴും സമൃദ്ധി നമ്മൾ ആഗ്രഹിക്കേണ്ട. ദുഃഖം വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ നമുക്ക് ആകെ പറയാൻ, ശരണപ്പെടുവാൻ ആ കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മൾ മുട്ടുകുത്തിയാൽ മാത്രം മതി നമ്മുടെ അവസരങ്ങൾ അറിയുന്ന. അങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചു. അതിനെ ഇടപെടാതെ സ്തോത്രം ചെയ്യാൻ. ഞാൻ ഈ ഒരു മാസം തനിച്ച് ഈ പ്രായത്തിന് എങ്ങനെയാണ് കേരളത്തിൽ പോയി വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. കർത്താവ് എന്നെ കൊണ്ടുവന്നു. അവിടെ ചൂടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ചെന്ന സമയത്ത് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ എനിക്ക് അനുകൂലമായിരുന്നു. ഞാൻ ഒരു മാസം ഓരോ അസുഖം കൂടാതെ ക്ഷേമത്തോടെ വന്നു ചേർന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന നിങ്ങളോടുള്ള കൂട്ടായ്മയാണ് എൻ്റെ ബലം. ഇങ്ങനെയുള്ള ഈ കോവിഡ് വന്നത് മൂലം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൂം മീറ്റിങ്ങുകള്, പാറ്റത്ത് ഓഫ് ലിവിങ്, എത്ര കൂട്ടായ്മകളാണ്. അതിലൊക്കെ കയറി ഇരിക്കാനായിട്ട്
ദൈവം എനിക്ക് അവസരം തന്നു. എന്നെ കണ്ടവരൊക്കെ പലരും എന്നോട് പറഞ്ഞു, അയ്യോ ഞാൻ സൂമിൽ കണ്ടിട്ടുണ്ട്, ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ കണ്ടിട്ടുണ്ട്, ഞാനിവിടെ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴൊക്കെയും എന്നെ പ്രശംസിക്കുമ്പോഴൊക്കെയും എൻ്റെ ഹൃദയം താണ് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. എന്നെ ഒരു സാക്ഷ്യമാക്കി ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് എന്ത് നന്മയാണ് ഉണ്ടായിരുന്നത്? യാതൊരു നന്മയും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഈ അവസ്ഥയിൽ എത്തുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ എൻ്റെ പിതാവിന് അത് ഇഷ്ടമായി. ഞാൻ പറയും, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും പറയുന്നില്ല. എൻ്റെ മുമ്പിലുള്ള ലാക്ക് വെച്ച് ഓടുകയാണ്. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുവാൻ ഞാൻ ബന്ധപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവിൻ്റെ വിളി കേൾക്കാൻ കാത്തിരിക്കുന്ന ഈ സമയത്തും നിങ്ങളുടെ മുമ്പാകെ ഒരു സാക്ഷ്യമായി നിൽപ്പാൻ കർത്താവിനെ സഹായിച്ചു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇങ്ങനെ ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ച അതിൻ്റെ ചുമതലപ്പെട്ട സഹോദരിമാരോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. വളരെ കുറച്ച് സമയമാണ് എൻ്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഷോർട്ടായിട്ട് പറയാൻ എനിക്കറിയില്ല. വളരെ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഓടി വരാറുള്ളത്. എങ്കിലും ആരും പേടിക്കണ്ട, ഞാൻ സമയത്ത് തന്നെ നിർത്താം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേട്ടു കഴിഞ്ഞു. റീസെൻ്റ്ലി ഉള്ള സാക്ഷ്യമാണ് കേട്ടത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഇതിലേക്ക് എന്നെ വിളിച്ച പ്രിയ ലാലി ആൻറ്റിയോടുള്ള പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് നേരെ ദൈവവചന ധ്യാനത്തിലേക്ക് പോകാം. സങ്കീർത്തനങ്ങൾ 103:13. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് ഇത്. നോർമലി നമുക്കറിയാം അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം അത് വളരെ ആഴമേറിയ ബന്ധമാണ്. എങ്കിലും ചെറുപ്പം മുതലും അല്ലെങ്കിൽ ഈ കുരുത്തക്കേടൊക്കെ ചെയ്താൽ പണിഷ്മെന്റ് തരുന്ന അപ്പനല്ലേ. അതുകൊണ്ട് അമ്മയോട് ഓടി ഒന്ന് പറയുന്നേ, പപ്പായോട് പറയല്ലേ, അച്ഛനോട് പറയല്ലേ എന്ന്. തെറ്റിന്റെ ഗൗരവം അനുസരിച്ച് പണിഷ്മെന്റ് കൂടാം കുറയാം. അത് അപ്പന്റെ മനസ്സ് പോലെ ഇരിക്കും. നമ്മളെല്ലാവരും ആ വാത്സല്യവും സ്നേഹമൊക്കെ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ്. ഈ സങ്കീർത്തനം എഴുതിയ ആള് ദാവീദാണ്, നമുക്കറിയാം. ഇത് എഴുതാൻ ഏറ്റവും യോഗ്യനായിട്ടിരിക്കുന്ന ഒരാളാണ്. കാരണം യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അതായത് തികഞ്ഞ ഒരു ഭക്തനാണ് ദാവീദ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ വാക്യം എഴുതാൻ താൻ തന്നെ വളരെ യോഗ്യനാണ്. കാരണം താൻ ഈ കരുണ അനേകവട്ടം അനുഭവിച്ചറിഞ്ഞ ആളാണ്. ഇനി പിതാവിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണം അല്ലെങ്കിൽ വിടുതല് അത് സ്വാഭാവികമാണ്. പിതാവ് നമുക്ക് നൽകുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. പക്ഷേ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കാതെ ക്ഷമിച്ച് വിടുന്നതോ അല്ലെങ്കിൽ തെറ്റിന്റെ ഗൗരവം അനുസരിച്ച് ശിക്ഷിക്കാതെ ക്ഷമിക്കുന്ന, അതാണ് കരുണയെന്ന് പറയുന്നത്. ദാവീദിനെ അനേക ഇടങ്ങളിൽ ദൈവം സംരക്ഷിച്ചിട്ടുണ്ട്. സിംഹം, കരടി, ഗോലിയാത്ത്, ജാതീയ രാജാക്കന്മാര്, ശൗല്, ഇവരുടെയൊക്കെ അടുക്കൽ നിന്ന് ദൈവം സംരക്ഷിച്ചിട്ടുണ്ട്. പിതാവായ ദൈവം സംരക്ഷിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ 2 ശമൂവേല് 12-ാം അധ്യായം കാണുമ്പോൾ അവിടെയുള്ള ദാവീദിന്റെ ഒരു തെറ്റെന്ന് വലിയൊരു പാപം. ആ പാപം നമുക്കെല്ലാവർക്കും ആ വിഷയം അറിയാവുന്നതുകൊണ്ട് ഞാനത് എടുത്ത് വായിക്കാതെ വിടട്ടെ. അത് വാസ്തവത്തിൽ ഒരു ജഡ്ജ് അതിനെ വിധിക്കുകയാണെങ്കിൽ വധശിക്ഷ വരെ കൊടുക്കാൻ പറ്റിയ തെറ്റാണ് ചെയ്തത്. താൻ തന്നെ അത് പറയുന്നുണ്ട്, അങ്ങനെ ആ ചെയ്ത വ്യക്തി മരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ദാവീദിന് ആ വധശിക്ഷ കൊടുക്കാതെ ഈ പിതാവ് സംരക്ഷിച്ചു, ദൈവം സംരക്ഷിച്ചു എന്നുള്ളത്. എന്നാല് ശത്രുക്കൾ ഒരു അപവാദം പറയാനിടയാകാതെ വണ്ണം, അതായത് അതാ ശിക്ഷിക്കാതെ വിട്ടത് ശരിയായില്ല കേട്ടോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി അവിടെ ന്യായമായിട്ടുള്ള ഒരു കോൺസിക്വൻസ്
അവിടെ കൊടുക്കുന്നുണ്ട്. അതിനനുവദിച്ചു. അല്ലേ? വാള് നിന്റെ ഭവനത്തിൽ നിന്നും മാറില്ല. പിന്നെ നീ ചെയ്ത തെറ്റ് അത് പരസ്യമായിട്ട് നിന്റെ ഭവനത്തിൽ ചെയ്യപ്പെടും. ഇങ്ങനെയൊക്കെ ഉള്ള കോൺസിക്വൻസ് കൊടുത്തു. എങ്കിലും കൊന്നുകളയാതെ ദൈവം അവനെ സംരക്ഷിച്ചു. എന്നാൽ ആ തെറ്റ് മനസ്സിലാക്കിയ ഉടനെ ഉള്ള ദാവീദിന്റെ ആ ആറ്റിറ്റ്യൂഡ്, ആ മനോഭാവം, അതും ദൈവത്തിന് മുമ്പിൽ അപ്പാ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം വീഴുക. നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ മനോഭാവത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിൽ വീഴുന്ന ദാവീദിനെ നമുക്ക് കാണാം. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ്. അതുകൊണ്ടൊക്കെയാണ് കർത്താവ് അങ്ങ് ചേർത്ത് നിർത്തിയിട്ട് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയാൻ ഇടയായി തീർന്നു. ഇനി സങ്കീർത്തനങ്ങൾ 51 താൻ ചെയ്ത തെറ്റിനോടുള്ള തൻ്റെ മനോഭാവവും പ്രാർത്ഥനയും ഒക്കെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോ വാക്യങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് അനേക മണിക്കൂറുകൾ നിന്ന് പറയാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പിതാവിന്റെ സ്നേഹം അല്ലെങ്കിൽ പിതാവിന്റെ കരുണ രുചിച്ചറിഞ്ഞ ദാവീദ് ഇങ്ങനെ പറയുന്നത്, അപ്പനു മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ആ വിധത്തിൽ കരുണ അനുഭവിച്ച ദാവീദാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റും. ഇനി അതവിടെ നിൽക്കട്ടെ. ദൈവം ദാവീദിനോട് കരുണ കാണിച്ചു. ഇനി താൻ എന്ന പിതാവ്, താൻ ഒരു പിതാവെന്ന നിലയിൽ തൻ്റെ മക്കളോടുള്ള അപ്രോച്ച് അതെങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് തനിക്ക് ഈ വിധം എഴുതാനുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കിട്ടിയത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം 12-ാം അധ്യായത്തിലെ ആ സംഭവത്തോടു കൂടിയ ഉണ്ടായ ഒരു കുഞ്ഞ് ഉണ്ടെന്ന് നമുക്കറിയാം. അത് ദാവീദിനും അറിയാം, പ്രോപ്പറായ വേയിലല്ല എന്ന്. എന്നിട്ടും ഒരപ്പൻ്റെ ഹൃദയം. അവിടെ അമ്മ ഉപവസിച്ചു, രട്ടെടുത്തു, പ്രാർത്ഥിച്ചു എന്നൊന്നും കാണുന്നില്ല. പക്ഷെ ഈ അപ്പൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ ദൈവം മുമ്പാകെ ഉപവസിച്ച് കിടക്കുന്ന സംഭവം നമുക്കറിയാം. ഇനി അടുത്തത് 2 ശമൂവേൽ 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ, അതിലൂടെ നമ്മളൊന്ന് കടന്നു പോകാം. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 12-ാം അധ്യായത്തിൽ താൻ ചെയ്ത തെറ്റിന്റെ പരിണിത ഫലവും തന്നെയുമല്ല, 103 സങ്കീർത്തനം 103:13 എഴുതുവാൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ തനിക്കുണ്ടായ, താൻ അഭിമുഖീകരിച്ച ജീവിത അനുഭവങ്ങളുമാണ്. അങ്ങനെ ഞാൻ കരുതുകയാണ്, അതായത് ആ വാക്യം എഴുതണമെങ്കിൽ തൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ തനിക്കുണ്ടായ അനുഭവങ്ങൾ, താൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ, അതാണ് ഈ വാക്യം എഴുതാനായിട്ട് ദാവീദിനെ ഏറെ ക്വാളിഫൈഡ് ആക്കിയത്. തൻ്റെ ആൺമക്കള്, 2 ആൺമക്കളുണ്ട്. രണ്ടൊന്നുമല്ല, അതിലധികം ആൺപിള്ളേരുണ്ട്. അത് എത്രയാന്ന് ഞാൻ കൗണ്ട് ചെയ്തില്ല. പക്ഷേ 2 ആൺമക്കള് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ കഴിയും. അതില് അമ്നോനും അബ്ശാലോനും. ഈ മക്കളോടുള്ള ബന്ധത്തിൽ താൻ പെരുമാറിയത് ഈ വാക്യം എഴുതുവാൻ തനിക്ക് പ്രാഗൽഭ്യം ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. അമ്നോനോടുള്ള ബന്ധത്തില് നമുക്കറിയാം, അമ്നോൻ സ്വന്തം സഹോദരിയായ താമാർ എന്ന പെങ്ങളെ വഷളാക്കി എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ആ പെങ്ങളെ താൻ വഷളാക്കി എന്ന് അറിഞ്ഞപ്പോൾ ഒരു പരിധിവരെ ദാവീദിന് അതിനകത്ത് പങ്കുണ്ട്. പക്ഷെ ദാവീദ് വളരെ ഇന്നസെന്റ് ആയിരുന്നു. രക്തബന്ധമല്ലേ
ഒരിക്കലും മറ്റൊരു രീതി ചിന്തിക്കാനായിട്ട് ദാവീദിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ അമ്നോൻ എന്നുള്ള വഷളൻ ഈ പെൺകുട്ടിയെ വഷളാക്കി എന്ന് അറിഞ്ഞപ്പോൾ രാജപദവി അനുസരിച്ച് സ്ത്രീയോട് വഷളത്വം പ്രവർത്തിക്കുന്നവനെ കഠിനമായി ശിക്ഷിക്കണം. അത് ഒരുപക്ഷെ കാര്യത്തിന്റെ ഗൗരവം അനുസരിച്ച് വെട്ടിക്കളയാനും മതി. പക്ഷെ ഇവിടെ നാം വായിക്കുന്നത് 13:21, ദാവീദിന് കോപം ഏറ്റവും ജ്വലിച്ചു. ദാവീദിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു കാര്യമാണ്, ദാവീദിന് കോപം ഏറ്റവും ജ്വലിച്ചു. അതുകൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുക. രാജാവെന്ന നിലയ്ക്ക് താൻ ആക്ഷൻ എടുക്കേണ്ടതാണ്. പക്ഷെ പിതാവെന്ന നിലയ്ക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? പിതാവെന്ന നിലയ്ക്ക് കൊന്നു കളയാൻ പറ്റുമോ? തനിക്ക് അതിന് കഴിയുമായിരുന്നില്ല. കാരണം അബ്ശാലോം മുഖാന്തരം അമ്നോൻ കൊല ചെയ്യപ്പെട്ടു. അടിച്ച് അമ്നോനെ കൊല്ലുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ സമയത്ത് അമ്നോൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ, കേട്ടപ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന ഒരു പിതാവിനെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതാണ് ലംഘനം മൂടി പാപത്തിന്റെ ബഹുത്വം മറച്ച് സ്നേഹിക്കുന്ന പിതാവിന്റെ സ്നേഹം. അതവിടെ കാണുക. ഇതിന്റെ 13:37 നമ്മൾ വായിക്കുന്നത്, 3 വർഷങ്ങൾ തൻ്റെ മകനെ കുറിച്ച് താൻ ഇടവിടാതെ ദുഃഖിച്ചും കൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള ഒരു പിതാവ് ഈ താമാറിന്റെ വിഷയത്തിൽ കരുണ കാണിക്കുകയല്ല, അതുകൊണ്ട് കൊന്നു കളയാനായിട്ട് പറ്റുമായിരുന്നു. നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഒന്ന് നോക്കിയാൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാട്ടെ, നമ്മളുടെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിലാട്ടെ, എന്താ ചെയ്യാൻ കഴിയുക? അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. ആ കരുണ തൻ്റെ വഷളനായിരിക്കുന്ന അമ്നോനോട് തോന്നിയ ഒരു പിതാവാണ് ദാവീദ്. അടുത്തത് നമുക്ക് അബ്ശാലോമിനെ ഒന്ന് നോക്കാം. താമാറിന്റെ വിഷയം കഴിഞ്ഞുകൊണ്ട് പിതാവായ ദാവീദ് അത്യധികം കോപിച്ചു. അത്രയെങ്കിലും പിതാവ് ചെയ്തു. പക്ഷെ തൻ്റെ സ്വന്തം സഹോദരിക്ക് ഇങ്ങനെ ഒരവസ്ഥ അറിഞ്ഞിട്ട്, അമ്നോനാണ് അത് ചെയ്തതെന്ന് അറിഞ്ഞിട്ട് നമ്മളവിടെ വായിക്കുന്നത്, അവൻ 2 വർഷം അബ്ശാലോം മിണ്ടാതെ അമ്നോനോടൊന്നും ചെയ്യാതെ ഇരുന്നു എന്നുള്ളതാണ്. വളരെ കൂളായിരുന്നു, ചിരിച്ചും കണ്ട് ആസ് യൂഷ്വൽ അബ്ശാലോം നടന്നു. പക്ഷെ അബ്ശാലോമിന്റെ ഉള്ളിൽ പകയായിരുന്നു. അവൻ പക വെച്ചുകൊണ്ട് നടന്ന് വളരെ പ്ലാൻ ചെയ്യുകയായിരുന്നു. നമ്മൾ അബ്ശാലോമിനെ പഠിക്കുമ്പം അബ്ശാലോം ഭയങ്കര കണ്ണിങ്, പ്ലാൻ ചെയ്ത ഓരോ പ്ലാനിങ് ഉണ്ട് എല്ലാ കാര്യത്തിനും. അതിനവൻ സമയമെടുക്കും, എടുത്തു ചാടി ഒന്നും ചെയ്യല. എന്നാൽ ആ സമയം കിട്ടിയപ്പം, ആ സമയം വന്നപ്പം അമ്നോനെ തൻ്റെ ഭൃത്യന്മാരെ കൊണ്ട് അടിച്ചു കൊല്ലിച്ചു. അവന്റെ പക അവൻ തീർത്തു. അപ്പോൾ പിന്നെ അവൻ എവിടെ നിൽക്കുന്നില്ല. ഇനി അപ്പൻ്റെ മുമ്പിൽ ചെന്നാൽ ശിക്ഷിക്കപ്പെട്ടാലോ എന്ന് കരുതി ഗശൂരിലേക്ക് ഓടിപ്പോയി എന്ന് നമ്മൾ കാണുന്നു. അവിടെ താൻ 2 വർഷം അവിടെ പാർക്കുക. ഇനി കൊലയാളിയെ, സത്യത്തില് ഈ കൊലയാളിയായ മകനെ പ്രവൃത്തിയിൽ ഈ അബ്ശാലോമിനെ നമ്മൾ മനസ്സിലാക്കിയാൽ കായീൻ്റെ ഒരു അനുകാരിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇത്രയും ചെയ്തിട്ടും 13:39 നമ്മൾ കാണുന്നത്, തൻ്റെ മകൻ അബ്ശാലോമിനെ ഒന്ന് കാണാൻ തുടിക്കുന്ന ഒരു പിതൃഹൃദയത്തെ കാണാൻ കഴിയുന്നുണ്ട്.
ചില ദാവീദ് തൻ്റെ മകൻ അബ്ശാലോമിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. അമ്നോനെ തൻ്റെ മകനെ അടിച്ചു കൊന്നയാളാ, പക്ഷെ 2 വർഷമായിട്ട് അവനെ കാണുന്നില്ല. എന്നിട്ട് അവനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പിതൃഹൃദയം. ഇനി അബ്ശാലോമിനോടുള്ള ദാവീദിന്റെ സ്നേഹത്തെ അറിഞ്ഞ സൈന്യാധിപനായിരിക്കുന്ന യോവാബ് വളരെ കഷ്ടപ്പെട്ടു, വളരെ തന്ത്രപൂർവ്വമൊക്കെ അബ്ശാലോമിനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് അനുവാദം വാങ്ങി കൂട്ടിക്കൊണ്ടുവന്നു. സോറി, ഞാൻ പറഞ്ഞ 2 വർഷമല്ല 3 വർഷമാണ് കാണാത്തത്. ഇവിടെ 14:23 അബ്ശാലോമിനെ വീണ്ടും യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ 14:24 വായിച്ചപ്പോൾ എനിക്ക് രസം തോന്നി. പറയുകയാണ്, യോവാബിനോട് പറയാം, വന്നോട്ടെ, യെരുശലേമിലേക്ക് അവനെ കൊണ്ടുവന്നോ, പക്ഷെ എൻ്റെ കണ്ണും വെട്ടത്ത് കണ്ടെങ്കിൽ എനിക്ക് കാണണ്ട, അവൻ വേറെ എൻ്റെ കണ്ണു മുമ്പിൽ വരാതിരുന്നോട്ടെ എന്ന് പറയുന്നു അല്ലേ. പക്ഷെ എന്നാലും ആ പിതൃഹൃദയത്തിൽ എന്താ ഉള്ളത്? അവൻ എൻ്റെ കണ്ണും വെട്ടത്ത് എനിക്ക് വിളിച്ചാൽ വിളിയെത്തുന്ന സ്ഥലത്ത് ഉണ്ടല്ലോ എൻ്റെ മകൻ. എനിക്ക് നേരിട്ട് കാണുമെന്നും വേണ്ട, അവനെ കാണണ്ട, അവൻ്റെ മുഖം എനിക്ക് കാണണ്ട, പക്ഷെ എങ്കിലും അവൻ അവിടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു മനസ്സ് പിതൃഹൃദയത്തെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ 2 വർഷത്തേക്ക് അവൻ കണ്ടേയില്ല. അബ്ശാലോം തൻ്റെ വീട്ടിൽ പോയി താമസിച്ചു, കൊട്ടാരത്തിൽ വന്നില്ല. അപ്പം 3 വർഷം താൻ ഒളിച്ചു പോയി ഗശൂരിൽ പോയി, 2 വർഷം തൻ്റെ വീട്ടിൽ പാർത്തു. അങ്ങനെ 5 വർഷം, നീണ്ട 5 വർഷം അബ്ശാലോമിനെ താൻ കണ്ടിട്ടില്ല. ഇനി ആ അബ്ശാലോം വന്നപ്പോഴേ അവനെ അങ്ങ് ചേർത്താൽ മതിയായിരുന്നു എന്ന് ഇത് വായിച്ചപ്പോൾ ഇത് പഠിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയി. കാരണം താന് ഈ 2 വർഷം താൻ കാണാതെ ഇരുന്ന തൻ്റെ വീട്ടിലായിരുന്നപ്പോൾ വളരെ കൗശലത്തോടെ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു അബ്ശാലോം. പിന്നീടുള്ള ആ സംഭവങ്ങളൊക്കെ അതിനെ ഉറപ്പിക്കുന്നതായിരുന്നു നമുക്ക് കാണാൻ കഴിയും. പിന്നെ വീണ്ടും 14:33 വളരെ തന്ത്രപൂർവ്വം യോവാബിനെ കയ്യിലെടുത്ത്, ദാവീദിന്റെ സൈന്യാധിപനെ കയ്യിലെടുത്ത് തൻ്റെ പിതാവിനെ നേരിൽ പോയി കാണാനായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കിയാണ്. അവിടെ ചെല്ലുമ്പോഴേ അവന് എത്ര കണ്ണിങ് എന്നറിയാമോ അബ്ശാലോം. അവന് ചെന്ന ഉടനെ പിതാവിൻ്റെ കാൽക്കൽ വീണു. പക്ഷെ നമ്മൾ കാണുന്നത്, എന്നാൽ അബ്ശാലോം, ദാവീദ് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പൻ തൻ്റെ മകനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ഒരു സീനുണ്ട് അവിടെ. അങ്ങനെ രാജകൊട്ടാരത്തിലും ആ പട്ടണത്തിലും അബ്ശാലോമിന് പ്രവേശനം ലഭിച്ചു. ഈ 2 വർഷം അവൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അവൻ മെനയുകയായിരുന്നു. വളരെ കൗശലത്തോടെ താൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. അതിനുശേഷം കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വാതിൽക്കൽ നിന്ന് താന് വരുന്ന ജനങ്ങളെയെല്ലാം വശീകരിച്ച് തന്നോട് ചേർത്ത് നിർത്ത. ആ ഭാഗമൊക്കെ ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. അപ്പം അബ്ശാലോം മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് കണ്ടപ്പോൾ മനുഷ്യരുടെ ഹൃദയം, ജനങ്ങളുടെ ഹൃദയം അബ്ശാലോമിലേക്ക് പോയി. അപ്പം ദാവീദിനേക്കാൾ ജനങ്ങളുടെ ഹൃദയം അബ്ശാലോമിലേക്ക് പറ്റിച്ചേർന്നു ഓരോ ദിവസവും. എന്തിനേറെ പറയാന്, ദാവീദിന്റെ മന്ത്രിയായിരുന്ന അഹീതോബലിനെ പോലും തൻ്റെ പക്ഷത്തേക്ക് താൻ ചേർത്ത് കൊണ്ടുവന്നു എന്ന് നമ്മൾ കാണും. ഇതെല്ലാം എന്തിനായിരുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ, തൻ്റെ പിതാവിനെ കൊന്ന് രാജ്യഭാരം ഏൽക്കുവാൻ, രാജാവാകുവാൻ. എത്ര ഭയാനകമല്ലേ. അങ്ങനെ കൊല്ലാനായിരുന്നു? അതേന്നേ, കൊല്ലാനായിരുന്നു. കാരണം ഇസ്രായേലരെല്ലാം അബ്ശാലോമിനോട് യോജിച്ചു എന്നറിഞ്ഞപ്പോൾ പിതാവായ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്.
അവിടെ 15:14. അപ്പോൾ ദാവീദ് യെരൂശലേമിൽ തന്നോട് കൂടെയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുക എന്ന് മകനെ അറിയാവുന്ന ദാവീദ് പറയാ. അവന്റെ കയ്യാൽ മരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു പിതൃഹൃദയത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അപ്പനെ കൊന്ന് രാജ്യത്തും പേറിയ മകൻ എന്ന് ഒരു പേര് അബ്ശാലോമിന് ഉണ്ടാകാതിരിക്കേണ്ടതിന് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓടിപ്പോകാം എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോകാൻ. എത്ര ഹൃദയഭേദകമായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ. താൻ ഭൃത്യന്മാരും ഭാര്യമാരുമായിട്ട് തലമൂടി ചെരുപ്പിടാതെ ഓടുന്ന ആ ഒരു കാഴ്ച, ആ ഹൃദയത്തിലേക്കൊന്ന് നോക്കാൻ നമുക്കൊക്കെ കഴിയുമെങ്കിൽ, അത് അളക്കാനൊന്ന് കഴിയുമെങ്കിൽ, എനിക്ക് തോന്നുന്നു അളക്കുന്ന മിഷ്യൻ അത് ബ്രോക്കണായി പോകുന്ന വഴി അനേകർ കൂടെ ഉണ്ടെങ്കിലും താൻ അനുഭവിക്കുന്ന നിന്ദയും അപമാനവും വേദനയും അത് നമുക്ക് ആർക്കും ഒന്ന് അളക്കാൻ പറ്റിയല്ല. കാരണം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മക്കള് നമ്മളെ ഇറക്കി വിട്ടിട്ടില്ല, മക്കള് നമ്മളെ കൊല്ലാൻ വന്നിട്ടില്ല, അവരങ്ങനെ പ്ലാൻ ചെയ്യാൻ വന്നിട്ടില്ല. കൂടി വന്ന മക്കള് ചിലപ്പോൾ നമ്മളോടൊന്ന് ദേഷ്യപ്പെടുമായിരിക്കും. അമ്മ പറഞ്ഞത് ശരിയായില്ല, ആന്റി പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ അവർ ദേഷ്യപ്പെടുമായിരിക്കും. പക്ഷെ നമ്മളുടെ മക്കളാരും ഇങ്ങനെ നമ്മളോട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ദാവീദിന്റെ ഈ സമയത്തെ അവസ്ഥ നമുക്ക് ആർക്കും അളക്കാൻ പറ്റിയല്ല സഹോദരന്മാരെ. ഇതിനു പുറമെ ഗേരയുടെ മകൻ ശിമയുടെ നിന്ന വാക്കുകൾ, നീജാ പോ എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ നേരെ പൂഴിവാരി എറിയുന്ന ഒരു നായ. എത്ര ഭയാനകമല്ലേ, എത്ര ഭയങ്കര അല്ലേ. പക്ഷെ ഈ സമയത്ത് കൊട്ടാരത്തിലെ അവസ്ഥ ഒന്നും മനസ്സിലാക്കിയ അഹീതോബൽ ഏറ്റവും മ്ലേച്ഛമായ ആലോചന അബ്ശാലോമിന് പറഞ്ഞു കൊടുത്തിട്ട് അബ്ശാലോം തൻ്റെ അപ്പന്റെ 10 വെപ്പാട്ടിമാരുമായിട്ട് കൊട്ടാരത്തിൽ ഉയർന്ന സ്ഥലത്ത് എല്ലാരും കാണെ വെളിച്ചത്ത് തൻ്റെ 10 വെപ്പാട്ടിമാരുമായിട്ട് അപ്പന്റെ ഭാര്യമാരുമായിട്ട് ശയിക്കുന്ന അബ്ശാലോമിനെ ഇത്രയും മ്ലേച്ഛതയും വഷളത്വവുമുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഈ ബൈബിളിനകത്തുണ്ടോ? കേട്ടുകേൾവി പോലും ഇല്ലാത്ത വഷളത്വം, നാട്ടുകാർക്ക് പോലും തല്ലിക്കൊല്ലാൻ തോന്നുന്നത്ര വഷളത്വം. 16-ാം അധ്യായം 20 മുതൽ 23 വരെ വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെ നാട്ടുകാർക്ക് പോലും ഓടിച്ചിട്ട് തല്ലിക്കൊല്ലാനായിട്ട് തോന്നുന്നെങ്കിൽ ഒരപ്പനിതെങ്ങനെ സഹിക്കാൻ പറ്റും? ദാവീദ് സഹിച്ചെങ്കിൽ ഒരു കാര്യമുണ്ട്. 12-ാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകൻ പറഞ്ഞ കാര്യം ദാവീദിന്റെ മനസ്സിനെ ഭരിക്കുന്നത് കൊണ്ടാണ് ദാവീദ് ഇതെല്ലാം സഹിച്ചത്. കാരണം തനിക്കതൊക്കെ വരുമെന്ന് ദൈവം കോൺസിക്വൻസ് അയക്കുമെന്നുള്ളത് തനിക്കറിയാം. അതുകൊണ്ട് താൻ അതെല്ലാം മൗനമായി സഹിക്കുക. ആ ഹൃദയത്തിലേക്ക് നോക്കിയാൽ ഈ വേദനയെല്ലാം സഹിച്ചുകൊണ്ട് പോകുന്നു ദാവീദ്. പക്ഷേ ഇത്ര വഷളനായ മകനെ ഒരപ്പന് സഹിക്കാൻ കഴിയല്ല. ഇനി അതും പോരാഞ്ഞിട്ട് അപ്പനെയും കൂട്ടത്തെയും കൂടെയുള്ള ജനത്തെയും കൊല്ലുവാൻ വേണ്ടി പടയൊരുക്കി പുറപ്പെടുന്ന ദുഷ്ടനായ അബ്ശാലോമിന് ഒരു മകനെ നമ്മൾ കാണുക. നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടായിരിക്കും ഇപ്പം ഈ 103-ാം സങ്കീർത്തനം 13-ാം വാക്യം വായിച്ചിട്ട് എന്തിനാ ഈ മ്ലേച്ഛമായ കഥയൊക്കെ പറയുന്നതെന്ന്.
ഈ കഥകളൊക്കെ അറിയുമ്പോഴേ ദൈവമക്കളെ ഈ വാക്യത്തിന്റെ ജെനുവിനിറ്റി മനസ്സിലാകും. അപ്പനെ എതിർക്കാൻ പടയൊരുക്കി വരുന്ന മകനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്ന യോബാബ് കൂട്ടരുമുണ്ട്. അപ്പൻ മലകളില് പോയി താമസിക്കുക, അവിടെയും ശല്യത്തിനായിട്ട് അപ്പനെ കൊല്ലാൻ വരുന്ന മകനോട്. പക്ഷെ യോബാബും കൂട്ടരും അബ്ശാലോമിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ദാവീദ് ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ. 18 അധ്യായം അതിന്റെ 5 വാക്യം. അബ്ശാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവിൻ. ആമേൻ. എന്റെ ദൈവമേ, ഇത്രയൊക്കെ തന്നോട് ചെയ്തിട്ടും പറയുക, എന്നെ ഓർത്ത് അബ്ശാലോമിനോട് കനിവോടെ പെരുമാറണേ. Can you imagine? ആ പിതൃഹൃദയത്തെ ഇമാജിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുമ്പോൾ എനിക്ക് കഴിയും. ഇനി അബ്ശാലോമ് തന്റെ അകൃത്യങ്ങൾക്ക് തക്ക ശിക്ഷ ലഭിച്ചു. അബ്ശാലോമിനെ അടിച്ചു കൊന്ന്, എങ്ങനെയാണോ അമ്നോനെ അടിച്ചു കൊന്നത് അതിനോട് ഉതകത്തക്ക രീതിയിൽ അബ്ശാലോമിനെ അടിച്ചു കൊന്ന ഒരു കുഴിയിലേക്ക്, ഒരു വേണ്ടത്ര അടക്കം പോലും കിട്ടാതെ ആ രാജകുമാരനെ അവർ കുഴിച്ചിട്ടു. പക്ഷെ ഇതറിഞ്ഞപ്പോൾ എൻ്റെ സഹോദരിമാരെ, 18-33 വാക്യം നമ്മളൊന്ന് വായിച്ചാൽ, ഇതറിഞ്ഞ ഉടനെ രാജാവ് ദാവീദ് നടുങ്ങി. എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരമായി മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമേ, എൻ്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നു. ഇതാണ് ഒരപ്പന്റെ മനസ്സ്. എന്നിട്ടാണ് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് ദാവീദ് പറയുന്നെങ്കിൽ അത് അവന്റെ ജീവിതത്തിൽ നിന്നാ പറയുന്നു. പ്രിയ സഹോദരിമാരെ, ഞാനിവിടെ നിർത്തുന്നതിന് മുമ്പ് ഒരു വാക്ക്, നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്ന ഒരു വാക്ക് പറഞ്ഞോട്ടെ. തിരുവചനത്തിലെ ഓരോ വാക്യങ്ങളും നമ്മുടെ ജീവിതത്തോടും അനുഭവത്തോടും ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോഴാണ് ആ വാക്യം നമ്മളുടേതാകുന്നത്. ഇനി കർത്താവിനെ ആരാധിക്കാനായിട്ട് നമ്മൾ കൂടി വരുമ്പോൾ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പക്ഷെ യെശയ്യാ പ്രവചനം 53 അധ്യായം 10 വാക്യത്തില് 53:10 എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ തകർത്ത് കളയാൻ, ഒരേ ഒരു മകനെ, തന്റെ മടിയിൽ പ്രമോദമായിരുന്ന മകനെ തകർത്ത് കളയുന്നു. കരുണ കൂടാതെ തകർത്ത് കളയുന്ന ഒരപ്പൻ. എന്തിനു വേണ്ടിയാ അപ്പൻ എങ്ങനെ തകർത്ത് കളഞ്ഞത്? ഇറ്റ്സ് ഫോർ യു ആൻഡ് മീ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വന്തം പുത്രനെ തകർത്ത് കളഞ്ഞ് പിതാവിന്റെ മുമ്പിൽ നമുക്ക് ആ ചിന്തയോടുകൂടി കർത്താവിനെ ആരാധിക്കാൻ വരുന്ന നാളുകളെല്ലാം ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.